നമസ്കാരം. ഫുട്ബോൾ എന്നാൽ വെറുമൊരു കളിയല്ല. അത് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പാണ്, ആവേശമാണ്, കണ്ണീരും ആനന്ദവും ഇടകലർന്ന വികാരമാണ്. കാൽപന്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായം കൂടി കുറിക്കപ്പെട്ടിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് വിട്ടുകൊണ്ട് ലയണൽ മെസ്സിയുടെ അർജന്റീന ഇക്കൊല്ലത്തെ ഫിഫ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് കയറിയ ആ നിമിഷം തകർന്നു വീണത് ഫുട്ബോൾ ലോകത്തെ 32 വർഷം പഴക്കമുള്ള ഒരു അദൃശ്യ ശാപമാണ്, ഒരു മഹാപ്രവണതയാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച റാങ്കിലുള്ള ആദ്യത്തെ 4 വൻ ശക്തികൾ തന്നെ ലോകകപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. കലാശപ്പോരിന് തൊട്ടു മുൻപുള്ള ഈ യുദ്ധഭൂമിയിൽ ഇനി അവശേഷിക്കുന്നത് ലോക റാങ്കിങ്ങുകളിൽ 1 മുതൽ 4 വരെ സ്ഥാനങ്ങളിൽ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്ന കളിയിലെ രാജാക്കന്മാർ മാത്രമാണ്. ഫിഫ തങ്ങളുടെ പുരുഷന്മാരുടെ ഔദ്യോഗിക ലോക റാങ്കിംഗ് സമ്പ്രദായം 1992 ഡിസംബറിൽ ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഒരിക്കൽ പോലും സംഭവിക്കാത്ത അത്യപൂർവവും ചരിത്രപരവുമായ ഒരു നിമിഷത്തിനാണ് കായിക ലോകം സാക്ഷ്യം വഹിക്കുന്നത്. പേപ്പറിൽ എഴുതി വെച്ച റാങ്കിങ്ങുകൾ പലപ്പോഴും ലോകകപ്പിൻ്റെ വന്യമായ ആവശ്യത്തിൽ തകർന്നടിയാറാണ് പതിവ്. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചെറുകിട ടീമുകൾ ഭീമന്മാരെ വീഴ്ത്തി സെമി ഫൈനലിലേക്ക് കുതിക്കുന്ന സിൻഡ്രല്ല കഥകൾ നാം ഒരുപാട് കണ്ടിട്ടുമുണ്ട്. ഫുട്ബോൾ എന്നാൽ പ്രവചനാതീതയുടെ കളിയാണെന്ന് ലോകം വിശ്വസിച്ച നിമിഷങ്ങൾ. എന്നാൽ 2026 ചരിത്രം വഴിമാറുകയാണ്. അതിശയിപ്പിക്കുന്ന അട്ടിമറികൾക്ക് പകരം കളിയിലെ സ്ഥിരതയും ലോകോത്തര നിലവാരവും കാത്തുസൂക്ഷിച്ച വൻ ശക്തികൾ മാത്രം അവസാന നാളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞ റാങ്കിങ്ങുകൾ പ്രവചിച്ച അതേ കൃത്യതയോടെ ലോകത്തിലെ ഏറ്റവും മികച്ച 4 ടീമുകൾ തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ വലിഞ്ഞു കയറിയിരിക്കുന്നു. കഴിഞ്ഞ 32 വർഷത്തെ ചരിത്രത്തിലേക്ക് വൈകാരികമായി ഒന്ന് കണ്ണോടിച്ചാൽ മാത്രമേ ഈ മാറ്റത്തിൻ്റെ തീക്ഷ്ണത നമുക്ക് കാണാൻ സാധിക്കൂ. റാങ്കിങ്ങിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെറിയ ടീമുകൾ നടത്തിയ പടയോട്ടങ്ങൾ എന്നും ആരാധകരുടെ കണ്ണ് നിറയിച്ചിട്ടുള്ളതാണ്. 2002 സ്വന്തം മണ്ണിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 40ാം റാങ്കുകാരായ ദക്ഷിണ കൊറിയ സെമി ഫൈനൽ വരെ കുതിച്ചു കയറിയത് ഇന്നും ഫുട്ബോൾ പ്രേമികൾ ആവശ്യത്തോടെ അല്ലാതെ ഓർക്കില്ല. പോർച്ചുഗലിനെയും ഇറ്റലിയെയും സ്പെയിനിനെയും പോലെയുള്ള മഹാശക്തികളെ കണ്ണീര് കുടിപ്പിച്ചായിരുന്നു ഹുസ് ഹിഡിങ്കിൻ്റെ ആ കൊറിയൻ പടയോട്ടം. ഫിഫ റാങ്കിംഗ് ചരിത്രത്തിൽ സെമിയിലെത്തുന്ന ഏറ്റവും കുറഞ്ഞ റാങ്കുകാർ അവരായിരുന്നു. 1994 29ാം റാങ്കുമായി വന്ന ബൾഗേറിയ, 2002 22ാം റാങ്കുകാരായ തുർക്കി, 2018 ഫൈനൽ വരെ കളിച്ച് നെഞ്ചു വിരിച്ച് 20ാം റാങ്കുകാരായ ക്രൊയേഷ്യ, ഒടുവിൽ 2022 ഖത്തറിൻ്റെ മണ്ണിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ അഭിമാനമായി മാറി 22ാം റാങ്കുകാരായ മൊറോക്കോ. ഇവരെല്ലാം അട്ടിമറികളുടെ വന്യമായ സൗന്ദര്യം ലോകത്തിന് കാട്ടിക്കൊടുത്തവരാണ്. 2006 മുതൽ 2022 വരെയുള്ള എല്ലാ ലോകകപ്പിലും ശരാശരി 18ാം റാങ്കിലുള്ള ഒരു ടീമെങ്കിലും സെമി ഫൈനലിൽ അത്ഭുതം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വിധി മറ്റൊന്നായിരുന്നു. അട്ടിമറികളുടെ കരിനിഴൽ വീഴ്ത്താൻ ഈ 4 വൻശക്തികളും അനുവദിച്ചില്ല. ചരിത്രം പരിശോധിച്ചാൽ ലോക 1-ാം നമ്പറായ ഒരു ടീം ലോകകപ്പ് കിരീടം ചൂടുക്കുന്നത് അത്ര എളുപ്പമല്ല. റാങ്കിംഗ് നിലവിൽ വന്ന ശേഷം ഒരേയൊരു തവണ മാത്രമാണ് ടൂർണമെൻറ്റിന് മുൻപ് 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം ലോകകപ്പിൽ ചുംബിച്ചത്. അത് 2002 റൊണാൾഡോ നസാരിയെയും റിവോൾട്ടോയും റൊണാൾഡീഞ്ഞോയും നയിച്ച ബ്രസീലിൻ്റെ മാന്ത്രിക പട മാത്രമായിരുന്നു അത്. അതിനുശേഷം റാങ്കിങ്ങിലെ 1-ാം സ്ഥാനം പലപ്പോഴും ഒരു ശാപമായി മാറാറാണ് പതിവ്. എന്നാൽ ഈ ശാപങ്ങളെയും മുൻവിധികളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച 4 ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇനിയുള്ള രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്, നെഞ്ചിടിപ്പിൻ്റെ നിമിഷങ്ങളാണ്. ലോകകപ്പിൻ്റെ ആദ്യ സെമി ഫൈനലിൽ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ലമീൻ യമാലിൻ്റെ സ്പെയിനുമായി കൊമ്പുകോർക്കുമ്പോൾ 2ാം സെമിയിൽ ഹാരി കെയിൻ്റെ ഇംഗ്ലണ്ട് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയെ നേരിടും. ആവേശം അതിൻ്റെ കൊടുമുടിയിലാണ്. ലോക കിരീടത്തിലേക്ക് ഇനി വെറും 2 ചുവടുകൾ മാത്രം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.